അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ന് നമ്മളപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളി പക്കവടയാണ് കേട്ടോ. നമുക്ക് ചായക്കൊക്കെ നല്ല സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുള്ളൂ. അത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല കഴുകി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് കണ്ട വളരെ കനം കുറച്ച് അരിഞ്ഞേക്കണത്. അപ്പോൾ അത് ഒരെണ്ണം അരിഞ്ഞത്. പിന്നെ പച്ചമുളക് 2 എണ്ണം, അത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് കേട്ടോ. അത് 2 എണ്ണം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, നമുക്ക് ചതച്ച് വേണമെങ്കിൽ എടുക്കാം, ചെറുതായിട്ട് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം, എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന്. അതിന് കുറച്ച് കറിവേപ്പില അത് ഞാനിങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, കാരണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടല്ല ഇട്ടിന് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇടുക. അതിന് ശേഷം ഈ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, പാകത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കും, ശരിക്കും തിരുമ്മി. കാരണം അപ്പോൾ ഈ ഉള്ളിയിലെ വെള്ളമൊക്കെ അങ്ങോട്ട് ശരിക്കും അതിനകത്തേക്ക് അങ്ങോട്ട് ഇറങ്ങും. നന്നായിട്ട് തിരുമ്മി ഒരു 10 മിനിറ്റ് ഇരിക്കണം. ഈ ഉപ്പും കൂടി ചെല്ലുമ്പോണ്ടല്ലോ, സവാളയും കൂടി ഇട്ട് തിരുമ്മുമ്പോൾ അതിലെ സവാളയുടെ വെള്ളമൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല. നമ്മൾ നന്നായിട്ട് തിരുമ്മി വയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഉള്ളി ഒരെണ്ണത്തുമ്പോൾ തൊടാതെ രീതിയിൽ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി, അത് നമുക്ക് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. അത് കുറച്ചിട്ടു. പിന്നെ നമുക്ക് മുളക് പൊടി നമുക്ക് ഓൾറെഡി 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഇടാം, കാരണം ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഞാനൊരു 1/4 സ്പൂണായിട്ട് ഇടണുള്ളൂ മുളക് പൊടി, കാരണം ഓൾറെഡി പച്ചമുളക് ഉണ്ട്, ഇഞ്ചി ഉണ്ട്. ഇപ്പോൾ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ തിരുമ്മാം. നമ്മൾ സവാള ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു സ്പൂണിന് കടലമാവ്, ഞാൻ ഒരു 2 സ്പൂണ് കടലമാവ്, അതുപോലെ തന്നെ അരിപ്പൊടി. ഞാൻ അപ്പത്തിൻ്റെ പൊടിയാട്ടോ എടുത്തിന്, പുട്ടിൻ്റെ അല്ല. അരിപ്പൊടി ഒരു 1.5 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്, കാരണം ഈ ബാറ്റർ റെഡിയാക്കാനായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് വെള്ളം തളിച്ചു കൊടുക്കണം. നമ്മളതിൽ സവാളയും കൂടി ഇടുമ്പോൾ ഓൾറെഡി വരും വെള്ളം, എന്നാലും ഒരുപാട് വെള്ളം വേണ്ട. നോക്കി ഇനി ആ സവാളയും കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യുമ്പോൾ ഓൾറെഡി സവാളയിൽ വെള്ളം ഉണ്ട്, അപ്പോൾ അതും കൂടി ഇടുമ്പോൾ ആയിക്കോളും. നമുക്ക് ഈ സവാള ഇതിനകത്തൊക്കെ ഇട്ട് കൊടുത്ത് അതും കൂടി മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ സവാളയിൽ നന്നായിട്ട് വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടി പാകത്തിനാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം എടുത്ത് വയ്ക്കുക, ഒരു 10 മിനിറ്റ്. അപ്പോൾ ശരിക്കും അതൊന്ന് പിടിക്കും. ഞാൻ ഒരുപാട് മാവിൽ ഒഴിച്ച് ഉണ്ടാക്കണില്ല കേട്ടോ, കാരണം ശരിക്കും ഉള്ളി
അങ്ങനെ ഒരുപാട് മാവായി കഴിഞ്ഞാൽ മാവ് മാത്രമേ നമുക്ക് സവാള കിട്ടില്ല. ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ, ഇനി ആ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉണ്ടാക്കി സവാളയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് 10 മിനിറ്റ് ആയി. ഇനി അപ്പോൾ നമുക്ക് ചെറുതായിട്ടെടുത്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമായിട്ട് നമുക്ക് ഇടാവുള്ളൂ. പിന്നെ അതുപോലെ കയ്യിലിത്തിരി എണ്ണ പുരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പരത്തി ഇടാം. നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ചിട്ട് ഇടാം. കാരണം കുറച്ചിട്ട് കഴിഞ്ഞാൽ വേഗം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഷേപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമുക്കൊരു ഇത്തിരി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് മാറ്റാം കേട്ടോ. പിന്നെ സവാളയല്ലേ വേഗം ആവും. അപ്പോൾ നമ്മുടെ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി അതുപോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ സ്നാക്സ് ഒന്നുമില്ല, ചായക്കൊന്നും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള ഉണ്ടെങ്കിൽ ഇതുപോലെ വേഗം ഉണ്ടാക്കാൻ പറ്റും. കനം കുറച്ചിടണം, എന്നാലേ വേഗം ആവുള്ളൂ. ഇത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അടുത്ത ഇട്ടതും ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതും കൂടി പോരാ. അപ്പം നമ്മുടെ ഉള്ളിവടയും ചായയും റെഡി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.